what we found was really shocking. ഓരോ 5 ദിവസങ്ങളിലും ഒരു വ്യക്തി വീതം മാനുവൽ സ്കാവെഞ്ചിങ് കാരണം മരണപ്പെടുന്നു എന്നുള്ളൊരു ഷോക്കിംഗ് ന്യൂസാണ് നമുക്ക് കിട്ടിയത്. ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറിന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് എസ്പെഷ്യലി കേരളത്തിലൊരു ഹഡ്ലി അല്ല. അതിനൊരു പ്രൂവൺ എക്സാമ്പിളായിട്ടാണ് ഞങ്ങൾ എല്ലാവർക്കും മാതൃകയാവുന്നത്. ബാൻഡിക്കൂട്ട് ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് മാൻഹോളിൽ മാനുവൽ സ്കാവെഞ്ചിങ് എറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റിൽ നൗ നോർത്തേൺ പാർട്ടിലെ ചില സ്ഥലങ്ങളിൽ മാനുവൽ സ്കാവെഞ്ചിങ് ഇപ്പോഴും നടക്കുന്നുണ്ട്. സോ വി തോട്ട് ഓഫ് ഗോയിങ് ഡീപ്പ് ഇൻ ടു ദ റിസർച്ച് ഓഫ് മാനുവൽ സ്കാവെഞ്ചിങ്. വാട്ട് വി ഫൗണ്ട് വാസ് റിയലി ഷോക്കിംഗ്. ഓരോ 5 ദിവസങ്ങളിലും ഒരു വ്യക്തി വീതം മാനുവൽ സ്കാവെഞ്ചിങ് കാരണം മരണപ്പെടുന്നു എന്നുള്ളൊരു ഷോക്കിംഗ് ന്യൂസാണ് നമുക്ക് കിട്ടിയത്. 2017 കാലിക്കറ്റിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. 2 അന്യസംസ്ഥാന തൊഴിലാളികൾ ദേ വർ ട്രൈങ് ടു ക്ലീൻ ദ മാൻഹോൾ, ബട്ട് ആ ഒരു പോയിസണസ് ഗ്യാസിൻ്റെ ഒരു ഇത് കാരണം അവർ രണ്ടുപേരും ഒരു ഡെത്തിലേക്ക് പോകുന്നൊരവസ്ഥയിൽ നൗഷാദ് എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും അൺഫോർച്ചുനേറ്റ്ലി 3 പേരും മരണപ്പെടുകയും ചെയ്തു. സോ അത് നമുക്ക് മൈൻഡിലൊന്ന് ട്രിഗർ ചെയ്യുകയും അങ്ങനെ ഞങ്ങൾ ബാൻഡിക്കൂട്ട് ലോഞ്ച് ചെയ്തു. ചീഫ് മിനിസ്റ്റർ ആയിരുന്നു 2018 ബാൻഡിക്കൂട്ട് വേർഷൻ 1 ലോഞ്ച് ചെയ്തത്. 2018 ഒക്ടോബറിൽ തന്നെ പ്രൈം മിനിസ്റ്റർ ബാൻഡിക്കൂട്ടിന്റെ വേർഷൻ 2 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാൻഡിക്കൂട്ടിലൊരു ലിമിറ്റേഷൻ വെച്ചാൽ ബാൻഡിക്കൂട്ട് വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് റോഡിന്റെ സൈഡിൽ നമ്മൾ കീപ്പ് ചെയ്യുക, അതിന് കോർപ്പറേഷൻ ടീംസ് വന്നിട്ട് അതിനെ കളക്ട് ചെയ്തിട്ട് ആ സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുണ്ടായിരുന്നു. അതൊന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ അതിനെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ അത് ഗ്രാബ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു ബാൻഡിക്കൂട്ട് മൊബിലിറ്റി പ്ലസ് വന്നത്. ദെൻ ബാൻഡിക്കൂട്ടിൻ്റെ തന്നെ ഒരു ചെറിയൊരു വേർഷനായിട്ടുള്ള ബാൻഡിക്കൂട്ട് മിനി എന്നുള്ള വേർഷൻസും വന്നിട്ടുണ്ട്. ജെൻ റോബോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തത് 2015 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സഹായത്തോടു കൂടിയാണ് ജെൻ റോബോട്ടിക്സ് ഒരു സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നേരം കോളേജിലെ അക്കാഡമിക് പ്രോജക്ട്സിനുപരി ഒരു നോൺ അക്കാഡമിക് പ്രോജക്ട്സ് ആയിട്ട് ജനറേഷൻ 1, ജനറേഷൻ 2 എന്നുള്ള 2 എക്സോസ്കെൽട്ടൺ റോബോട്ട്സിൻ്റെ ഇൻട്രൊഡക്ഷനിലോടുകൂടിയാണ് കമ്പനി വരുന്നത്. ആഫ്റ്റർ ഗ്രാജുവേഷൻ വി മൂവ്ഡ് ഇൻ ടു ടെക്നോ പാർക്ക് ട്രിവാൻഡ്രം. ദെൻ വി രജിസ്റ്റേർഡ് ആസ് എ ജെൻ റോബോട്ടിക് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനി ആയിട്ട് തന്നെ. കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഫണ്ട് തന്നത്. ദെൻ ഗവൺമെൻറ് ഓഫ് കേരളയുടെ സപ്പോർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടായി. കോവിഡിൻ്റെ ഒരു ടൈമിലേക്കാണ് വി തോട്ട് ഓഫ് മൂവിങ് ടു മെഡിക്കൽ ഫീൽഡ്. അതിൻ്റെ ഭാഗമായിട്ട് പാരാപ്ലജിക് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അവരുടെ വാക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗേറ്റ് ട്രെയിനർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജി ഗേറ്റർ എന്നാണ് അതിൻ്റെ പേര്. ജെൻ റോബോട്ടിക്സിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 100+ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് പ്രൈഡ് ഓഫ് കേരള അവാർഡ്, ഫോബ്സ് 30 Under 30 ഏഷ്യ, ദെൻ അമൃത് അവാർഡ് ഉണ്ട്, നാഷണൽ സ്റ്റാർട്ടപ്പ് അവാർഡ് ഉണ്ട്. നെക്സ്റ്റ് സെറ്റ് ഓഫ് റോബോട്ട്സ് എന്ന് പറയുന്നത് വിൽബോർ എന്ന് പറഞ്ഞ ഒരു കൺഫൈൻഡ് സ്പേസ് ക്ലീനിങ് റോബോട്ടാണ്. Can be operated remotely. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ക്ലീൻ ചെയ്യാനും വിൽബോർ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയാനുള്ളത് ജെൻ റോബോട്ടിക്സിന്റെ G-Mammoth 4-in-1 എന്നുള്ളൊരു ഡിവൈസിനെ കുറിച്ചാണ്. സെക്ഷൻ, ജെറ്റിംഗ്, ഗ്രാബിംഗ്, ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടാണ് അതും യൂസ് ചെയ്യുന്നത്. ക്ലീൻ ടെക് ഡിവിഷനിലാണ് G-Mammothും വരുന്നത്. ജെൻ റോബോട്ടിക്സ് എന്നും സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്, ടു ഇംപ്രൂവ് ദി സോഷ്യൽ ലൈഫ് ഓഫ് ദി ഹ്യൂമൻ ബീയിങ്. ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള ജെൻ റോബോട്ടിക്സിന്റെ എല്ലാ പ്രൊഡക്ട്സും സോഷ്യൽ റിലേറ്റഡ് ആയിട്ട് വർക്കേഴ്സിന്റെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയായിരുന്നു. ജെൻ റോബോട്ടിക്സിന്റെ ഒരു പ്രൊഡക്ട്സും ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ട്സ് ഉണ്ടായില്ല. എല്ലാം ഹ്യൂമൻസിനെ അസിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. സ്റ്റാർട്ടിങ് ഫ്രം ബാൻഡിക്കൂട്ട് ടിൽ നൗ ജി ഗേറ്റർ ആണെങ്കിലും മാൻഹോളിൽ ഇറങ്ങി ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാൻഹോൾ ക്ലീനർ എന്ന് പറയുന്നത് ഹീസ് ദി റോബോട്ടിക് ഓപ്പറേറ്റർ നൗ. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രോജക്ട്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ഒരു വിഷനും അത് തന്നെയാണ്.